ഹായ് സ്റ്റുഡൻസ്, എംസിഗ്മയുടെ നമ്മുടെ സീറോ ടു ഇൻഫിനിറ്റി ബാച്ചിന്റെ പൈത്തൺ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ മോഡ്യൂൾ 1ന്റെ പൈത്തൺ ഫണ്ടമെന്റൽസിലോട്ടാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ പ്രീവിയസ് 2 വീഡിയോസിലും നമ്മൾ കുറച്ചുകൂടെ ബേസിക് ലെവൽ തിയറി കവർ ചെയ്തു. എന്തൊക്കെയാണ് നമ്മൾ കവർ ചെയ്തിരുന്നത്? നമ്മൾ ഹൗ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസിനെ പറ്റി പഠിച്ചു. പിന്നെ എന്തൊക്കെ മെത്തേഡ്സ് ഓഫ് പ്രോബ്ലം സോൾവിങ് ഉണ്ടെന്ന് പഠിച്ചു. അല്ലെങ്കിൽ നമ്മൾ വേരിയസ് 4-5 മെത്തേഡ് പഠിച്ചു. ട്രയൽ ആൻഡ് എറർ, ആൽഗോറിതമിക്, ഹ്യൂറിസ്റ്റിക്, അങ്ങനെ 4-5 മെത്തേഡുകൾ പഠിച്ചു അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തിലോട്ട് വന്നു? പ്രോബ്ലം സോൾവിങ് പ്രോസസ്സിലോട്ട് വന്നു. നമുക്ക് എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം, അതിൻ്റെ ഒരു പ്രോസസ്സ് എന്താണ്, ഔട്ട്ലൈൻ എന്താണ് നമ്മൾ പഠിച്ചു അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പഠിച്ചേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ സാമ്പിൾ പ്രോബ്ലംസ് ചെയ്തു. നമ്മൾ സാമ്പിൾ പ്രോബ്ലംസിനെ റിയൽ വേൾഡിൽ എങ്ങനെ ടാക്കിൾ ചെയ്യുക എന്നുള്ളത് നമ്മൾ എഴുതി നോക്കി. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം, ഫോർമുലേറ്റിംഗ് ദ മോഡൽ, ഡെവലപ്പിംഗ് ദി അൽഗോരിതം അല്ലേ. അത് കഴിഞ്ഞ് റൈറ്റിംഗ് ദ പ്രോഗ്രാം, ടെസ്റ്റിംഗ് ദ പ്രോഗ്രാം, പിന്നെ ഇവാലുവേറ്റിംഗ് ദ സൊല്യൂഷൻ. ഇങ്ങനെ 6 സ്റ്റേജസിലായിട്ട് നമ്മൾ ഒരു പ്രോബ്ലം സോൾവിങ് പ്രോസസ്സിൽ കൂടെ ഇൻഡൾജ് ആയി പോയി അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ ഇനി തിയറി കഴിഞ്ഞു കേട്ടോ. ഇനി തിയറി കഴിഞ്ഞു, ഇനി നമ്മൾ പ്രോഗ്രാമിങ്ങിലോട്ട് ചെറുതായിട്ടൊന്ന് കിടക്കുകയാണ്. പൈത്തണിന്റെ അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തണിൽ പൈത്തണിന്റെ ഫണ്ടമെന്റൽസിലോട്ട് നമ്മൾ പോവുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പൈത്തൺ ഫണ്ടമെന്റൽസ്. ഫണ്ടമെന്റൽസ് അറിയാലോ എന്താണെന്ന്. ഫണ്ടമെന്റൽസ് എന്ന് വെച്ചാൽ വളരെ ബേസ് ലെവൽ നോളജ് അല്ലേ. അടുത്തറ അതാണ് ഫണ്ടമെന്റൽസ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ ഫസ്റ്റ് ഇയർ ബിടെക്കിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കുന്നവരായിരിക്കും നിങ്ങൾ എല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് ചിലപ്പം ബിടെക്കിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് CS ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് കുറേ പേർക്ക് ഈ കാര്യം എളുപ്പമായിരിക്കും. പക്ഷേ അതേപോലെ തന്നെ കുറേ പേർക്ക് ഇത് ഒരു പുതിയ വേൾഡാണ്, പുതിയൊരു ലോകമാണ്. എന്താണ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ എന്താണ് പൈത്തൺ? ഇതൊരു പുതിയ ലോകമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം? അതുകൊണ്ടാണ് നമ്മൾ ഈ പൈത്തൺ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലൂടെ ആദ്യം കവർ ചെയ്തു പോകുന്നത്. പിന്നെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് പൈത്തൺ ടോപ്പിക്സിലൂടെ നമ്മൾ എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ പൈത്തൺ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പൈത്തൺ നമ്മൾ ചൂസ് ചെയ്തത്. വൈ നോട്ട് സം അതർ ലാംഗ്വേജസ് ലൈക്ക് ജാവയോ C++ഓ CE ഒക്കെ ചൂസ് ചെയ്തൂടെ? എന്തിന് പൈത്തൺ? എന്തുകൊണ്ട് പൈത്തൺ ചൂസ് ചെയ്തു? കാരണം വേറെ ഒന്നുമല്ല, ഒരു ബിഗിനറിന്, ഒരു എൻട്രി ലെവൽ പ്രോഗ്രാമിങ്ങിലോട്ട് കയറുന്ന ഒരു എൻട്രി ലെവൽ സ്റ്റുഡൻറ്റിന് എത്രയും പെട്ടെന്ന് ഒരു പ്രോഗ്രാം ലോജിക്, ഒരു പ്രോഗ്രാം എഴുതുന്നതിൻ്റെ പിറകെ ഉള്ള ലോജിക്, എങ്ങനെ ഒരു റിയൽ വേൾഡിൽ തിങ്ക് ചെയ്യാം, എങ്ങനെ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് പ്രോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും എളുപ്പം പൈത്തൺ പോലത്തെ ഒരു ലാംഗ്വേജാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പൈത്തൺ ഭയങ്കര ഈസിലി ടൈപ്ഡ് ലാംഗ്വേജാണ്. ഭയങ്കര സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ലാംഗ്വേജാണ് പൈത്തൺ. ഓക്കെ, പൈത്തണിൻ്റെ കോഡ് വായിക്കുമ്പോൾ നമുക്ക് റിയൽ ഒരു ഇംഗ്ലീഷ് വായിക്കുന്നത് പോലെ തന്നെ തോന്നും. നമ്മൾ അൽഗോരിതത്തിൽ പറഞ്ഞതുപോലെ ഒരു ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ്സ് വായിക്കുന്നത് പോലെ വളരെ സാമ്യമുള്ള ഒരു ഭാഷയാണ് പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതേസമയം CE ആയിക്കോട്ടെ, C++ ആയിക്കോട്ടെ, ജാവ ആയിക്കോട്ടെ, ഇവറ്റുകൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. ഇവരുടെ സിൻടാക്സ് അല്ലെങ്കിൽ ഇവരുടെ ലാംഗ്വേജ് എഴുതുന്ന രീതി കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ പൈത്തൺ അങ്ങനെയല്ല. പൈത്തണിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് പ്രോഗ്രാം എഴുതാം. അപ്പോൾ റാദർ ദാൻ പ്രോഗ്രാം എങ്ങനെ എഴുതണം എന്ന് സമയം വേസ്റ്റ് ആക്കുന്നതിന് പകരം പൈത്തൺ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ക്രക്സ് ഓഫ് ദ ലോജിക്കിലോട്ട് പെട്ടെന്ന് പോകാൻ പറ്റും. മനസ്സിലായില്ലേ? പ്രോഗ്രാമിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഒരു നല്ലൊരു കോംപ്ലക്സ് അൽഗോരിതം നമുക്ക് മറ്റുള്ള ലാംഗ്വേജുകളെ കാട്ടിലും കുറച്ചും കൂടെ പെട്ടെന്ന് പഠിച്ചെടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പൈത്തണിൽ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എൻട്രി ലെവൽ ബിഗിനേഴ്സിന് പൈത്തണിലോട്ട് സ്റ്റാർട്ട് ചെയ്ത് പ്രോഗ്രാമിങ്ങിന്റെ അണ്ടർസ്റ്റാൻഡിങ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജിലോട്ട് പോയി കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ പൈത്തണിന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് എന്താണ്? സിമ്പിൾ സിൻടാക്സ്. ഓക്കെ, എന്താണ് ഈ സിൻടാക്സ് എന്നറിയോ ആരെങ്കിലും? നിങ്ങൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടോ? എന്താണ് സിൻടാക്സ്? എനി ഐഡിയ? എന്താണ് സിൻടാക്സ്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് എങ്ങനെയാ? മലയാളത്തിലാണ് അല്ലേ. ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മലയാളത്തിലാണ്. മലയാളം ഒരു ലാംഗ്വേജ് ആണ്, ഒരു ഹ്യൂമൻ ലാംഗ്വേജ് ആണ് അല്ലേ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, മലയാളം ഒരു ഹ്യൂമൻ ലാംഗ്വേജ് ആണ്. ഇപ്പം ഈ മലയാള ലാംഗ്വേജിനും കുറേ നിയമങ്ങളില്ലേ? മനസ്സിലായില്ലേ? മലയാളത്തിനല്ല, ഏത് ലാംഗ്വേജിനായാലും നമ്മൾ ഡേ ടു ഡേ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജിനായാലും ഒരു ഗ്രാമറുണ്ട്, ഒരു നിയമമുണ്ട് അല്ലേ. ഈ നിയമം തെറ്റിച്ചു കഴിഞ്ഞാൽ ആ ഭാഷ, ഞാൻ കൺവേ ചെയ്യുന്ന മെസ്സേജ് നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലാവുമോ? ഇല്ലല്ലോ. അപ്പോൾ മനുഷ്യർ സംസാരിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന നാച്ചുറൽ ലാംഗ്വേജിൽ ഈ ഒരു നിയമം ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് നമ്മൾ പറയുന്ന ലാംഗ്വേജിൽ എന്തായാലും ഒരു നിയമം വേണ്ടേ? ഇത്രയും ബുദ്ധിയുള്ള നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഭാഷയിൽ ഒരു നിയമം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുന്നുള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഭാഷയിലെ നിയമം വളരെ അത്യാവശ്യമാണല്ലേ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം.
അങ്ങനെ വരുമ്പോൾ ഈ കമ്പ്യൂട്ടറുകളുടെ ഭാഷയായ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും, പൈത്തൺ ആയിക്കോട്ടെ, ജാവ ആയിക്കോട്ടെ, C++ ആയിക്കോട്ടെ, ഏതെടുത്താലും എല്ലാത്തിലും ഈ നിയമങ്ങൾ എൻഫോഴ്സ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സിൻടാക്സ്. സിൻടാക്സ് എന്ന് വെച്ചാൽ എങ്ങനെ ആ ലാംഗ്വേജ് ബിഹേവ് ചെയ്യണം എന്ന് പറയുന്ന ഒരു സാധനമാണ് സിൻടാക്സ്. ഓക്കെ, ഈ സിൻടാക്സ് ഫോളോ ചെയ്തേ പറ്റൂ. സിൻടാക്സ് ഫോളോ ചെയ്യാതെ നമുക്ക് ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു പ്രോഗ്രാം എഴുതാൻ പറ്റില്ല, എറർ അടിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ ജാവയിൽ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് യൂസറിൻ്റെ അടുത്ത് പ്രിന്റ് ഔട്ട്പുട്ട് കാണിച്ചു കൊടുക്കുന്ന രീതി ഒന്നായിരിക്കും, പൈത്തണിൽ അത് വേറൊന്നായിരിക്കും, C++ൽ വേറൊന്നായിരിക്കും. ഏതായാലും ആ ലാംഗ്വേജിൽ പറയുന്ന രീതിയിലേ നമുക്ക് ആ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ലാംഗ്വേജ് പറയുന്ന രീതിയിലേ നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റൂ. ആ സാധനം അങ്ങനെ എൻഫോഴ്സ് ചെയ്യുന്ന രീതിയില്ല, ലാംഗ്വേജ് പറയുന്ന രീതി അത് എൻഫോഴ്സ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സിൻടാക്സ്. അപ്പോൾ സിൻടാക്സ് എന്നുള്ള വാക്ക് അറിഞ്ഞുകൂടാത്തവർ പേടിക്കേണ്ട, അതൊരു ലാംഗ്വേജ് എൻഫോഴ്സർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. ലാംഗ്വേജ് എൻഫോഴ്സർ, ആ ലാംഗ്വേജ് നിങ്ങളിലോട്ട് അടിച്ചേൽപ്പിക്കണം, ഇങ്ങനെ നീ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്ന സംഭവമാണ് സിൻടാക്സ്. ഓക്കെ, ശരി. ലാംഗ്വേജിൽ പൈത്തൺ ഭയങ്കര സിമ്പിൾ സിൻടാക്സ് ആണ്. പിന്നെ പൈത്തണിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ്, പൈത്തൺ ഒരു ഇന്റർപ്രിറ്റഡ് ലാംഗ്വേജ് ആണ്. എന്താണ് ഇന്റർപ്രിറ്റഡ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ, ഈ ജാവ, C++ എന്നൊക്കെ പറയുന്നത് കമ്പൈൽഡ് ലാംഗ്വേജസ് ആണ്. ഇവരെ കമ്പൈൽഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതി, ഫോർ എക്സാമ്പിൾ സം ഓഫ് 2 നമ്പേഴ്സ് കണ്ടുപിടിക്കാനായിട്ടൊരു പ്രോഗ്രാം ഞാൻ എഴുതി. ഈ പ്രോഗ്രാം എഴുതുമ്പോൾ ആദ്യം ഈ ജാവ പോലത്തെ സാധനങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇതിനെ ജാവ കോഡിനെ ബൈറ്റ് കോഡായിട്ട് ഫുള്ളി കൺവേർട്ട് ചെയ്യും. ഇതിനെ പറയുന്ന പേരാണ് കമ്പൈലേഷൻ. അപ്പോൾ ഫുൾ പ്രോഗ്രാമിനെ ഒറ്റയടിക്ക് കൺവേർട്ട് ചെയ്യും, കമ്പൈൽ ചെയ്തിട്ട് പിന്നെ ഈ ബൈറ്റ് കോഡാണ് റൺ ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ. ഓക്കെ, പക്ഷെ പൈത്തണിൽ നേരെ തിരിച്ചാണ്. പൈത്തണിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ലൈൻ ബൈ ലൈനായിട്ട് ഇവർ റൺ ചെയ്ത് പോകും. ഫസ്റ്റ് ലൈൻ കമ്പൈൽ ചെയ്യും, ഫസ്റ്റ് ലൈൻ ഇന്റർപ്രിറ്റ് ചെയ്യും. കമ്പൈലേഷനോടെ വേറൊരു പ്രോസസ് ഇന്റർപ്രിറ്റേഷൻ ഇന്റർപ്രിറ്റ് ചെയ്യും. എന്നിട്ട് പൈത്തണിന്റെ വെർച്വൽ മെഷീൻ റൺ ചെയ്യും തന്നെ, അടുത്ത സെക്കൻഡ് ലൈൻ, അടുത്ത തേർഡ് ലൈൻ, ഇങ്ങനെ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് പൈത്തണിൽ നമ്മൾ എഴുതുന്ന ഒരു പ്രോഗ്രാമിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പൈത്തൺ കുറച്ച് സ്ലോയും കൂടെയാണ്, ബാക്കിയുള്ള ലാംഗ്വേജിനെക്കാട്ടിൽ കുറച്ചും കൂടെ സ്ലോവർ ആണ് പൈത്തൺ. ഇപ്പം C++ലും ജാവയിലൊക്കെ നമ്മൾ സം ഓഫ് 2 നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്കിപ്പം മേ ബി ഒരു 0.01 മില്ലി സെക്കൻഡ്സ് ആവുള്ളായിരിക്കാം. പൈത്തണിൽ ചിലപ്പോൾ അതൊരു 0.545 മില്ലി സെക്കൻഡ്സോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. മനസ്സിലായി? ഒരു പ്രോഗ്രാം റൺ ചെയ്യാനായിട്ട് പൈത്തൺ ജാവേനെക്കാട്ടിലോ C++നെക്കാട്ടിലോ കുറച്ച് കൂടുതൽ സമയമെടുക്കും. പിന്നെ ഇത്രയും സിമ്പിൾ സിൻടാക്സ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ആ ട്രേഡ് ഓഫ് അവിടെ മനസ്സിലാവും. എത്രത്തോളം എളുപ്പം നമുക്ക് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എഴുതാമ്പോൾ, മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എളുപ്പത്തിൽ ഒരു പ്രോഗ്രാമിംഗ് എഴുതാമെങ്കിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിൽ അതിനെ കൺവേർട്ട് ചെയ്യാൻ സമയം കൂടുതലെടുക്കും. ആ ഒരു ഡിഫറൻസ് ആണ്. മനസ്സിലായില്ലേ? C++ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ അത് കമ്പ്യൂട്ടറിലോട്ട് എത്തുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ്. പൈത്തൺ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്, പക്ഷെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇന്റർപ്രിറ്റഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് പൈത്തണിനെ. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, പൈത്തൺ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം. ഓക്കെ, ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജ് ആണ്, വേറൊന്നുമില്ല, ഊപ്സ് കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നൊരു ലാംഗ്വേജ് ആണ്. ഊപ്സ് കോൺസെപ്റ്റ് അറിഞ്ഞൂടാത്തവർക്ക് ഇതിങ്ങനെ ഒരു ലൈനിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ടോപ്പിക് അല്ല, അത് കുറച്ചുകൂടി നമ്മൾ എക്സ്റ്റെൻസീവായി ഡീപ് ഡൈവ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അറിയാവുന്നവർക്ക് മനസ്സിലാവും എന്താണ് ഊപ്സ് എന്നുള്ളത്. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, പൈത്തൺ ഊപ്സ് ഫോളോ ചെയ്യുന്നൊരു ആരും ചോദിക്കുന്നുണ്ട് പൈത്തൺ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണോ? ആണ്. ഓക്കെ, എന്താണ് നമ്മൾ ലേറ്റർ പൈത്തണിന്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടോപ്പിക്സിൽ ക്ലിയർ ചെയ്യും കേട്ടോ, കവർ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞാൽ അടുത്ത വേറൊരു സംഭവമാണ് പൈത്തൺ ഭയങ്കര സ്കെയിലബിളാണ്. കാരണം വേറൊന്നുമല്ല, ഒരാൾക്ക് പെട്ടെന്ന് പൈത്തൺ പഠിച്ചെടുക്കാനും അതിൽ പെട്ടെന്ന് തന്നെ ഒരു റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനും പറ്റും. അത് പൈത്തണിൻ്റെ ഒരു കഴിവാണ്. കാരണം പൈത്തൺ ഇത്ര ഈസിലി ടൈപ്ഡ് ലാംഗ്വേജ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. സിമ്പിൾ സിൻടാക്സ് പൈത്തണിൽ ഉള്ളതുകൊണ്ട്, പൈത്തൺ പെട്ടെന്ന് ഒരു വ്യക്തിക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എന്ത് പറ്റും, അയാൾക്ക് പെട്ടെന്ന് പൈത്തണിൽ ഇതിൽ റിയൽ വേൾഡ് പ്രോജക്റ്റുകളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു സ്കെയിലബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് പൈത്തണിൻ്റെ കുറച്ച് യുണീക്ക് ഫീച്ചേഴ്സ്. ഓക്കെ, പൈത്തണിൻ്റെ കുറച്ച് യൂണീക്ക് ഫീച്ചർ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മൾ ഇതുവരെ കണ്ട വീഡിയോസിലെല്ലാം നമ്മൾ കുറച്ച് തിയറി ആയിരുന്നല്ലോ, നമ്മൾ അങ്ങനെ അധികം വേറെ ഇൻ്റർഫേസ് ഒന്നും ഉപയോഗിച്ചില്ലല്ലോ, നമ്മളെല്ലാം ഈ പേപ്പറിലും പേനയിലും എഴുതി പഠിച്ചിരുന്നേ ഉള്ളൂ. പക്ഷേ പ്രോഗ്രാമിംഗ് എത്തുമ്പോൾ ബുക്കിലും പേപ്പറിലും എഴുതിയാൽ പോരാ. അവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ വേറൊരു എന്തെങ്കിലും ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്യാനുള്ള ടൂളോ എന്തെങ്കിലും ഉപയോഗിക്കണം നമ്മൾ. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ പൈത്തൺ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഗൂഗിൾ കോലാബ് എന്ന് പറയും കേട്ടോ. ഗൂഗിൾ കോലാബ്. ഗൂഗിൾ
കോലാബ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ സാധനം ഇത് നിങ്ങൾക്ക് നിങ്ങൾ ഫൈനൽ ഇയർ പ്രൊജക്റ്റ് ചെയ്യുകയാണെന്ന് വെക്കുക. നിങ്ങൾ ഫൈനൽ ഇയർ പ്രൊജക്റ്റ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ AML റിലേറ്റഡ് പ്രോഗ്രാമിംഗ് ചെയ്യുമോ, എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഗൂഗിൾ കൊലാബ് നിങ്ങളെ ഭയങ്കരമായിട്ട് ഫ്യൂച്ചറിലും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പോഴേ അപ്പോൾ അത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഫ്യൂച്ചറിലും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ സോ നിങ്ങൾ മോസ്റ്റ്ലി ഗൂഗിൾ കൊലാബ് തന്നെ യൂസ് ചെയ്യുക പൈത്തൺ കോഡ് ചെയ്യാനായിട്ട്. വേറെ ഒന്നുമല്ല, ഇതാണ് ഗൂഗിൾ കൊലാബ്. കണ്ടോ, ഇതാണ് ഗൂഗിൾ കൊലാബ്. ഈ ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ലിങ്കിലോട്ട് പോയാൽ മതി. ഈ കാണുന്ന ലിങ്ക് കണ്ടോ, colab.research.google.com. ഈ ലിങ്കിലോട്ട് പോയാൽ മതി. ഈ ലിങ്ക് നമ്മൾ എന്തായാലും റിസോഴ്സ് ഡോക്യുമെന്റ്സിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഈ ലിങ്ക് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ലിങ്ക് കണ്ടോ, വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ ഈ ലിങ്ക് നോക്കിക്കോ. colab.research.google.com. ഈ ലിങ്കിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ കൊലാബ് ഓപ്പൺ ആവും. അവിടെ ചിലപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ സൈൻ ഇൻ ചെയ്യാൻ ചോദിക്കും. ഗൂഗിൾ സൈൻ ഇൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ അക്കൗണ്ട്, നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് വെച്ച് ജിമെയിൽ അക്കൗണ്ടിൽ സൈൻ ഇൻ ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സൈൻ ഇൻ ചെയ്തതിന് ശേഷം ഇവിടെ ഫയലിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ നോട്ട്ബുക്ക് ഇൻ ഡ്രൈവ് ക്ലിക്ക് ചെയ്യണം. ന്യൂ നോട്ട്ബുക്ക്. അപ്പോൾ ഇതേപോലെ ഒരു പുതിയ നോട്ട്ബുക്ക്, ഫ്രഷ് ആയിട്ടൊരു നോട്ട്ബുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇവിടെ നമുക്ക് പൈത്തൺ കോഡ് റൺ ചെയ്യാം. ഇവിടെ റൺ ചെയ്തിട്ട് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബട്ടൺ കണ്ടോ, ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡ് റൺ ആവും. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതാണ് ഗൂഗിൾ കൊലാബ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ആയിരിക്കും നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ടൈപ്പ് ചെയ്യുന്നത് കേട്ടോ. ശരി, അപ്പോൾ അത് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എവിടെയാണ് പ്രോഗ്രാമിംഗ് ടൈപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇതുവരെ നമ്മൾ ചെയ്ത എന്തെങ്കിലും സംശയമുണ്ട്? ഗൂഗിൾ കൊലാബിൻ്റെ കാര്യത്തിൽ സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ഇപ്പം തന്നെ ഇത് ഓപ്പൺ ആക്കണം. കാരണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇത് ഓപ്പൺ ആക്കണേ. എന്നാലേ നിങ്ങൾക്ക് ബാക്കി ഇനി അങ്ങോട്ട് വരുന്ന വീഡിയോയിലെ കാര്യങ്ങൾ അടുത്ത 2 മിനിറ്റിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് പോകണമെങ്കിൽ നിങ്ങൾ ഈ പേജ് ഇവിടെ ഓപ്പൺ ആക്കി ഞാൻ പറഞ്ഞതുപോലെ ഗൂഗിൾ ഡ്രൈവ് ലോഗിൻ ചെയ്ത് ഇവിടെ ഫയലിൽ പോയി ന്യൂ നോട്ട്ബുക്ക് ഇൻ ഡ്രൈവ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ഓക്കെ, ശരി. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഈ പരിപാടിയൊക്കെ ചെയ്തിട്ട് വാ, എന്നിട്ട് വീഡിയോ പിന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ലാതെ ഇപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു കാര്യമില്ല. പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് തിയറി പോലെ ബുക്കിൽ എഴുതി കാണാപ്പാഠം പഠിക്കേണ്ട സാധനമല്ല. മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് നോക്കി ചെയ്യേണ്ട കാര്യമാണ്. പ്രോഗ്രാമിംഗ് പ്രാക്ടിക്കലായിട്ട് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കി, ഇവിടെ ഇങ്ങനെ ചെയ്ത് നോക്കി പഠിക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ. ശരി, അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇതെല്ലാം സെറ്റപ്പ് ആക്കി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 1 ലൈൻ ഓഫ് കോഡ് പൈത്തണിൽ എഴുതി നോക്കാം. ഒരു 1 ലൈൻ ഓഫ് കോഡ്. ഓക്കെ, എഴുതുവാണേ. പ്രിന്റ് ഹലോ വേൾഡ്. ഓക്കെ, ഇത് ഞാൻ പ്രിന്റ് ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ ടൈപ്പ് ചെയ്തു, പ്രിന്റ്, അത് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി ഒരു സിംഗിൾ കോട്ടിനകത്ത് ഹലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്തു, സിംഗിൾ കോട്ട് ക്ലോസ് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ആക്കി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് ഇപ്പോൾ കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ വീഡിയോനെ ഈ ടൈപ്പിംഗ് ഭാഗം എത്തുമ്പോൾ വീഡിയോ നിങ്ങളൊന്ന് 0.5x അല്ലെങ്കിൽ 0.75x പ്ലേ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ടൈപ്പിംഗ് ഈസി ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാ ടൈപ്പിംഗ് സ്പീഡായിട്ടുള്ള ആൾക്കാർ കുഴപ്പമില്ല, 1.5x കണ്ടോളൂ. നമ്മളിവിടെ പ്ലേ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഈ റൺ ബട്ടൺ കൊടുക്കുന്നു, റൺ സെല്ല് കൊടുക്കുന്നു. റൺ സെല്ല് കൊടുത്തു കഴിയുമ്പോൾ ഇവിടുത്തെ കണക്റ്റിംഗ് ടു പൈത്തൺ 3 ഗൂഗിൾ കമ്പ്യൂട്ട് എഞ്ചിൻ ബാക്ക് എൻഡ് എന്നൊക്കെ കൊടുത്തിരിക്കുന്നത് ഒന്നും മൈൻഡ് ചെയ്യേണ്ട. ഗൂഗിളായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ പ്രോഗ്രാം റൺ ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ. ആദ്യത്തെ ടൈം കുറച്ച് ടൈം എടുക്കും. നിങ്ങൾ ഫസ്റ്റ് ടൈം ഇത് ചെയ്യുമ്പോൾ ലേശം ടൈം കൂടുതലെടുക്കും. ഫസ്റ്റ് ടൈം കണക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് റൺ ആവും കേട്ടോ. നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടിയെന്ന് നോക്കിയേ, ഹലോ വേൾഡ് കണ്ടോ. നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത സാധനം ഇവിടെ വന്നു. ഇത് എന്ത് മനസ്സിലാക്കാം? നമ്മളിപ്പോൾ എന്താ ചെയ്തത്? പ്രിന്റ് എന്ന് പറഞ്ഞ് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ട് സിംഗിൾ കോട്സിനകത്ത് ഹലോ വേൾഡ് എന്ന് കൊടുത്ത് അത് ക്ലോസ് ചെയ്ത് ബ്രാക്കറ്റും ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ എനിക്ക് ഔട്ട്പുട്ട് വന്നു കണ്ടോ. ഞാൻ ഇവിടെ കൊടുത്ത സാധനം എനിക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടി. എന്താണ് ഇപ്പോൾ സംഭവിച്ചേ? നമ്മളൊരു ചെറിയ പൈത്തൺ പ്രോഗ്രാം എഴുതി, മനസ്സിലായി? നമ്മൾ ചെറിയൊരു പൈത്തൺ പ്രോഗ്രാം എഴുതി. എന്താ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. വാ, നമ്മളിപ്പോൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോലാബ് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ അതിനകത്ത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി, പ്രിന്റ് ഹലോ
വേൾഡ്. ഇതെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോറി, പി സ്മോൾ ലെറ്റർ ആണ്. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇതാണ് പൈത്തണിൽ ഔട്ട്പുട്ട് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. നമുക്കൊരു യൂസറിന് എന്തെങ്കിലും ഡിസ്പ്ലേ ഔട്ട്പുട്ട് കാണിക്കണ്ടേ? ഇപ്പൊ 2 നമ്പർ കൂട്ടാൻ പറഞ്ഞു, a+b വാല്യൂ കാണിക്കണ്ടേ? അതിന് നമുക്ക് എങ്ങനെ എന്ത് ഉപയോഗിക്കാം? അതിന് നമുക്ക് പൈത്തണിലെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം. ഓക്കെ, പ്രിന്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും അത് ഔട്ട്പുട്ട് ആയിട്ട് യൂസറിന് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? ടു ഡിസ്പ്ലേ ഇൻഫർമേഷൻ ടു യൂസർ. പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമുക്ക് യൂസറിന് എന്തെങ്കിലും ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതാണ് ഒരു പൈത്തണിലെ ഔട്ട്പുട്ട് കാണിക്കാൻ ഉപയോഗിക്കുന്നത്. ഇതിലൊരു യുണീക്നെസ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ, നിങ്ങളിപ്പോൾ ഇവിടെ സിംഗിൾ കോഡ്സ് ഇട്ടില്ലേ? സിംഗിൾ കോഡ്സ് ഇട്ടതിന് പകരം ഇത് മാറ്റി ഡബിൾ കോഡ്സ് ആക്കി നോക്കിയേ. ഡബിൾ കോഡ്സ് ആക്കി റൺ ചെയ്താലും വർക്കാവും കേട്ടോ, ഒരു കുഴപ്പമില്ലാതെ വർക്കാവും. ഹലോ വേൾഡ് കണ്ടോ? അപ്പൊ സിംഗിൾ കോഡ്സും ഓക്കെയാണ്, ഡബിൾ കോഡ്സും ഓക്കെയാണ്. ഫൈൻ. ഇത് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. നമ്മൾ ഫസ്റ്റ് കവർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാം. ഹൗ ടു ഡിസ്പ്ലേ ആൻ ഔട്ട്പുട്ട്. നിങ്ങൾ ആലോചിക്കും, സാർ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, പ്രിന്റ് കാണിച്ചാൽ പോരെ, പ്രിന്റ് എഴുതിയാൽ പോരെ എന്ന് വിശ്വസിക്കും. പക്ഷേ പ്രിന്റിൽ തന്നെ നമുക്ക് പല പല കളികൾ ചെയ്യാം അവിടെ. ഓക്കെ, എന്തൊക്കെയാന്ന് നോക്കാം. ഇപ്പൊ എനിക്ക് പ്രിന്റ് ചെയ്യണം. ഓക്കെ, എനിക്ക് പ്രിന്റ് ചെയ്യണം മൈ ഏജ് ഈസ് 10 എന്ന് പ്രിന്റ് ചെയ്യണം. ഇതെങ്ങനെയൊക്കെ പ്രിന്റ് ചെയ്യാം? മൈ ഏജ് ഈസ് 10 എന്ന് എനിക്ക് പ്രിന്റ് ചെയ്യണം. എങ്ങനെ പ്രിന്റ് ചെയ്യാം? ഇതെങ്ങനെ പ്രിന്റ് ചെയ്ത് കാണിക്കാം എനിക്ക് ആ വിൻഡോയിൽ? എങ്ങനെ നോക്കിയോ, ഇപ്പൊ കാണിച്ചു തരാം. ഇത് ഞാൻ മാറ്റുന്നു. ഇത് മാറ്റണ്ട, അല്ലെങ്കിൽ ഇവിടെ കിടക്കട്ടെ. നമുക്ക് ഇതിനിവിടെ ഇട്ടുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കോഡ് പ്ലസ് ഉണ്ടോ, പ്ലസ് കോഡ് കണ്ടോ, പ്ലസ് കോഡ്, ഇത് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ പുതിയൊരു സെല്ല് ക്രിയേറ്റ് ആവും. നമുക്ക് ഓരോ സെല്ലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. ഈ ഓരോ സെല്ലിനും ഈ ഓരോ റൺ ബട്ടൺ ഉണ്ട്. അപ്പോൾ ഈ സെല്ല് റൺ ചെയ്യണമെങ്കിൽ എനിക്ക് ഇത് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഹലോ വേൾഡ് പ്രിന്റ് ആവും, എൻ്റെ ഇവിടെ കിടക്കും. അടുത്ത സെല്ലിനകത്ത് എനിക്ക് വേറെ എന്തെങ്കിലും കോഡ് എഴുതിയിട്ട് അത് റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ എഴുതി ഇവിടെ കിടക്കുകയും ചെയ്യും, നിങ്ങൾക്ക് ഇത് റെഫറും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? മൈ ഏജ് ഈസ് 10 എന്ന് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പോവുക. ഓക്കെ, നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് മൈ ഏജ് ഈസ് 10. കറക്റ്റ് ആണോ? റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ എന്ത് വരും? ദേ മൈ ഏജ് ഈസ് 10 എന്ന് വന്നു. ഇതിനെ ഇനി വേറൊരു രീതിയിലും കൂടെ നമുക്ക് എഴുതാം. എങ്ങനെ നോക്കാം? പ്രിന്റ് മൈ ഏജ് ഈസ് 10. ഞാൻ ഇങ്ങനെ കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? എന്ത് സംഭവിക്കുമായിരിക്കും? നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. ഇതേ കണ്ടോ, മൈ ഏജ് ഈസ് 10 വന്നത് കണ്ടോ? ഒരു എക്സ്ട്രാ സ്പേസ് വന്നു, അത് ഇവിടെ ഇട്ട സ്പേസ് ആണ്. ഈ സ്പേസ് മാറ്റുക, ഒന്ന് റൺ ചെയ്യുക. ഇവിടെ ഒരു സ്പേസ് ഇട്ടു എക്സ്ട്രാ, സോറി, ഇതും കൂടെ മാറ്റുന്നു, റൺ ചെയ്യുന്നു. മൈ ഏജ് ഈസ് 10 എന്ന് വന്നു കണ്ടോ? ഇവിടുത്തെ സ്പേസ് അല്ല, നമ്മൾ ഇവിടെ ഇട്ട സ്പേസ് ആണ് മാറ്റിയത്. ഓക്കെ, മൈ ഏജ് ഈസ് 10 എന്ന് വന്നു. ക്ലിയർ ആയില്ലേ? നമുക്കിത് 2 രീതിയിൽ പ്രിന്റിനകത്ത് വാല്യൂ കൊടുക്കുക. കോമ ഇട്ട് കൊടുക്കുന്ന വാല്യൂസ് ദൈവം ഇങ്ങനെ ഒന്ന് കിടക്കും. ഓക്കെ, കോമ വരത്തില്ല, കാരണം കോമ ഡബിൾ കോട്ടിനകത്തല്ലല്ലോ. പക്ഷെ ഡിജിറ്റ്സ് ഇതേപോലെ കൊടുക്കുന്ന വാല്യൂസ്, നമ്പേഴ്സില്ലേ, ഇങ്ങനെ കൊടുക്കുന്ന നമ്പർ വാല്യൂസ്, ഇതിങ്ങനെ ഒന്ന് കിടക്കും. ഇനി വേറെ എന്ത് രീതിയിൽ നമുക്ക് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാൻ പൈത്തണിന്റെ? ഇത് മാത്രമേ ഉള്ളൂ? വേറെ എന്തെങ്കിലും വഴിയുണ്ടോ പൈത്തണിന്റെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാനായിട്ട്? എനി ഐഡിയ? പൈത്തണിൽ വേറൊരു വഴിയും കൊണ്ടുണ്ട്. അതിനെ പറയുന്ന പേരാണ് ഫോർമാറ്റഡ് സ്ട്രിങ് എന്ന് പറയും. ഓക്കെ, എന്താണ് ഫോർമാറ്റഡ്? എന്നുവെച്ചാൽ വേറൊന്നുമില്ല, ഇപ്പൊ നമ്മൾ പ്രിന്റ് ചെയ്ത എന്താ? മൈ ഏജ് ഈസ്, നമ്മൾ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് 10. അപ്പൊ നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടി? മൈ ഏജ് ഈസ് 10 എന്ന് കിട്ടി. ഇനി വേറൊരു രീതിയിലും കൂടെ ഇതിനെ എഴുതാം. എങ്ങനെയാണെന്നറിയോ? പ്രിന്റ്
ഇങ്ങനെ ഒരു എഫ് ഇടുക, എഫ് ഫോർമാറ്റഡിൻ്റെ എഫ് ഇടുക, ഓപ്പൺ ആക്കുക, മൈ ഏജ് ഈസ് 10. ഇങ്ങനെ ഇട്ടാലും നമുക്ക് സെയിം ഔട്ട്പുട്ട് കിട്ടും. നോക്കാം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വാ, അയ്യോ നമ്മള് ഫോർമാറ്റ് അല്ലേ. അപ്പൊ പ്രിന്റ് കൊടുക്കുന്നു, പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ എഫ് എന്ന് കൊടുക്കുന്നു, സിംഗിൾ കോട്ട്സ് ഓപ്പൺ ചെയ്യുന്നു, പിന്നെ എഴുതുന്നു മൈ ഏജ് ഈസ്, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി ക്ലോസ് ആക്കി, കേർലി ബ്രേസ് ഓപ്പൺ ആക്കി ക്ലോസ് ആക്കി 10 എന്ന് ടൈപ്പ് ചെയ്തു. ഇതെന്തായിരിക്കും സംഭവിക്കുന്നത്? എനി ഐഡിയ? മൈ ഏജ് ഈസ് 10 എന്ന് വന്നു. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് അറിയാമോ? ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ നമുക്ക് ഇവിടെ ഓപ്പറേഷൻസും പെർഫോം ചെയ്യാം. നോക്കിയോ, 10 ഇവിടെ ഞാൻ +1 എന്ന് കൊടുത്തു, അപ്പം എന്ത് വരും എന്നറിയോ? മൈ ഏജ് ഈസ് 11 എന്ന് വരും. കണ്ടോ? പക്ഷെ ഇവിടെ എനിക്ക് 10 + 1 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ കൊടുത്താലോ എന്ത് വരും? നോക്കിയോ, 11. അപ്പം നമുക്ക് മൾട്ടിപ്പിൾ രീതിയിൽ പൈത്തണിൻ്റെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം. ഓക്കെ, നോർമലി നമ്മൾ പറഞ്ഞതുപോലെ മൈ ഏജ് ഈസ് 10 എന്നുള്ളത് നമുക്ക് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഇങ്ങനെ പ്രിന്റ് ചെയ്യാം. ഒരു വഴി ഇതാണ്, എല്ലാം ഒരു സ്റ്റെപ്പിനകത്ത് പ്രിന്റ് ചെയ്യാം. വേറൊരു വഴി ഏതാണ്? ഇങ്ങനെ മൈ ഏജ് ഈസ് ടൈപ്പ് ചെയ്തിട്ട് ഒരു കോമ ഇട്ട് അത് ക്ലോസ് ചെയ്തിട്ട്, മനസ്സിലായില്ലേ, നമ്മുടെ ഇൻവേർട്ടഡ് കോമ അത് ക്ലോസ് ചെയ്യണം, ഓപ്പൺ ആക്കി ക്ലോസ് ചെയ്യണം. ഡബിൾ കോഡ് സിംഗിൾ കോഡ്സ് ഓപ്പൺ ആക്കി ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ കോമ ഇട്ടിട്ട് ഒരു വാല്യൂ കൊടുത്താലും അതും ഇങ്ങനെ പ്രിൻ്റായി വരും. 10 വരും. അടുത്ത അതേപോലെ മൈ ഏജീസിന്റെ മുമ്പിൽ ഒരു എഫ് ഇട്ടു. എഫ് ഇട്ട് എന്തായത്? അതിനെ പറയും ഫോർമാറ്റഡ് സ്ട്രിങ് എന്ന് പറയും കേട്ടോ. ഫോർമാറ്റഡ് സ്ട്രിങ് എഫ് ഇട്ട് കഴിഞ്ഞിട്ട് മൈ ഏജ് ഈസ് കേർലി ബ്രേസ് നമ്മൾ ഓപ്പണും ക്ലോസും ചെയ്തിട്ട് 10 + 1 കൊടുത്താൽ എന്ത് കിട്ടും? അതും 11 എന്ന് കിട്ടും. കാരണം എന്തുകൊണ്ട്? 10 + 1 ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടാ. നമുക്ക് ഇതിനെ മാറ്റിയാലും എന്ത് കിട്ടും? 10 കിട്ടും. മൈ ഏജ് ഈസ് 10 എന്ന് കിട്ടും. അപ്പം ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് യൂസറിന് ഒരു ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. പൈത്തണിൽ ഒരു ഔട്ട്പുട്ട് യൂസറിന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഈ 3 വഴികളുണ്ട്. ഓക്കെ, ഇതെല്ലാവരും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. പൈത്തണിന്റെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലെന്ന് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് ഗ്രൂപ്പിലോ നമ്മുടെ കമ്മ്യൂണിറ്റിയിലോ ചോദിച്ചാൽ മതി, ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ശരി, ഇതിപ്പോൾ ടൈപ്പ് ചെയ്ത് നോക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവേത് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഈ സ്ക്രീനിലുള്ളത് അതേപോലെ ഗൂഗിൾ കൊലാബിനകത്ത് ടൈപ്പ് ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മളപ്പോൾ പൈത്തൺ തുടങ്ങിയിട്ട് എന്ത് പഠിച്ചു? പൈത്തനെ പറ്റി പഠിച്ചു. പൈത്തൻ്റെ സിൻടാക്സ് ഒക്കെ സിമ്പിൾ ആണെന്ന് പഠിച്ചു. സിൻടാക്സ് എന്താണെന്ന് പഠിച്ചു. പൈത്തൺ ഒരു ഇന്റർപ്രിറ്റഡ് ലാംഗ്വേജ് ആണെന്ന് പഠിച്ചു. പൈത്തൺ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജ് ആണെന്ന് പഠിച്ചു. പൈത്തൺ നല്ല സ്കേലബിൾ ആണെന്ന് പഠിച്ചു അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗൂഗിൾ കൊലാബിനെ പറ്റി ഫിഗർ ഔട്ട് ചെയ്തു. എന്താണ് ഗൂഗിൾ കൊലാബ് എന്ന് മനസ്സിലാക്കി. ഗൂഗിൾ കൊലാബിലാണ് നമ്മുടെ പൈത്തൺ ടൈപ്പ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു വിൻഡോ ഗൂഗിൾ കൊലാബാണ്. ഓക്കെ, നമ്മൾ പൈത്തൺ ടൈപ്പ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാൻ പോകുന്ന ഒരു വിൻഡോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയും? ഗൂഗിൾ കൊലാബ്. ഫൈൻ. അവിടെ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണെന്ന് അറിയോ? ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ കൊടുക്കാം എന്ന് പഠിച്ചു. ഓക്കെ, സിംഗിൾ കോഡ്സോ ഡബിൾ കോഡ്സോ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. എന്തിനാണ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതെന്ന് പഠിച്ചു. ഒരു യൂസറിന് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു? പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നു. ഒരു യൂസറിന് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് എങ്ങനെയൊക്കെ ഡിസ്പ്ലേ ചെയ്യാം ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു. എനിക്ക് മൈ ഏജ് ഈസ് 10, ഈ മൈ ഏജ് ഈസ് 10 എന്ന് പറയുന്ന ഔട്ട്പുട്ട് എനിക്ക് എങ്ങനെയൊക്കെ പൈത്തണിൽ ഡിസ്പ്ലേ ചെയ്യാമോ അങ്ങനെയൊക്കെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ 3 വഴികൾ പറഞ്ഞു കൊടുത്തു. മൈ ഏജ് ഈസ് 10 എന്നുള്ള സാധനം നിനക്ക് 3 രീതിയിൽ യൂസർ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഒന്ന്, സിമ്പിൾ മൈ ഏജ് ഈസ് 10 എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കാം. 2, മൈ ഏജീസ് എന്നുള്ള എഴുതിയിട്ട് ആ സിംഗിൾ കോഡ്സ് ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ഡബിൾ കോഡ്സ് അല്ലെങ്കിൽ ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യുക. ദെൻ കോമ ഇട്ടതിന് ശേഷം 10 എന്ന് കൊടുക്കാം. അത് ചെയ്തു. പിന്നെ നമ്മൾ മനസ്സിലാക്കി ഈ പ്രിന്റിനകത്ത് എഫ് ഇടുക. എഫ് ഇസ് ഫോർ ഫോർമാറ്റഡ് സ്ട്രിങ്. ഫോർമാറ്റഡ് സ്ട്രിങ് ആണ് എഫ്. അവിടെ മൈ ഏജ് ഈസ് കേർലി ബ്രേസിനകത്ത് 10 എന്ന് കൊടുക്കുന്നു.
ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് പൈത്തണിൽ പ്രിന്റ് ചെയ്യാം. മൈ ഏജ് ഈസ് 10 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഇങ്ങനെ 3 രീതിയിൽ പ്രിന്റ് ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, അപ്പോൾ പൈത്തണിലെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ കൊടുക്കണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. എന്താണ് അടുത്ത ടോപ്പിക് എന്ന് നോക്കാം. വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ്, നിങ്ങൾ കുറേ പ്രാവശ്യം കേട്ടിട്ടുണ്ടാവുന്ന ടോപ്പിക്കാണ്. വേരിയബിൾസ്